Guys, third day of internship. അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇൻറ്റേൺഷിപ്പിന് പോണ കാര്യമൊക്കെ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന് മുന്നത്തെ വീഡിയോസ് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഞാൻ പറയാം, ഞാൻ ചൈൽഡ് സൈക്കോളജിയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓണം വെക്കേഷനിലാട്ടോ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വെക്കേഷൻ ബാച്ച് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ 10 ദിവസത്തെ വെക്കേഷൻ ഉണ്ടല്ലോ, അതിനാണ് പരിപാടി ഉള്ളത്. ഇപ്പോൾ ഈ ഞാൻ പോണ ദിവസം നബിദിനത്തിൻ്റെ അന്നായിരുന്നു കേട്ടോ. ഈ എഡിറ്റ് ചെയ്യണതൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ്, എന്നാലും നബിദിനത്തിൻ്റെ അന്നാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും നബിദിനത്തിൻ്റെ അന്ന് ലീവില്ലേ? നബിദിനത്തിനും തിരുവോണത്തിനും ഒന്നും ലീവ് ഉണ്ടായിരുന്നില്ല. കാരണം ആകെ ഒരു 10 ദിവസത്തെ പരിപാടിയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ലീവ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു മാസം കൊണ്ടൊക്കെ ചെയ്യുന്ന സംഭവമാണ് നമ്മൾ 10 ദിവസത്തിനകത്ത് ചുരുക്കിയിട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ നല്ല എഫക്റ്റീവായിരുന്നു കേട്ടോ. പ്രാക്ടിക്കൽ സെക്ഷൻസ് ആയിരുന്നു നമുക്ക് കൂടുതലുണ്ടായിരുന്നത്. ഒരു കേസ് വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ അസസ്മെൻ്റ് എടുക്കണം എന്നൊക്കെയാണ് നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഈ സ്റ്റൈലുള്ള ചെരുപ്പ് നോക്കൂ. ഇത് വെച്ചിട്ട് ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് വൈകുന്നേരം കോട്ടോൾക്ക് എത്തണം ഗൈസ്. അത് 2 ബസ് മാറി കയറിയിട്ട് കൊള്ളാം, നന്നായിരിക്കും. അപ്പോൾ ഇത് ബ്രേക്ക് ടൈമിൽ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ 2 പേര് അവിടെ സ്റ്റേ ചെയ്യണവരുണ്ട്. അവർ കുക്ക് ചെയ്യാൻ പോയപ്പോൾ നമ്മൾ അവരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ ഒരു ഇതായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അവരിനെ വെയിറ്റും ചെയ്യാമല്ലോ, 4 പേർക്കും കൂടി ഒപ്പം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിതാ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഒന്ന് ബീഫ്, സാമ്പാർ, പുളിഞ്ചി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ പുട്ടാണ് കൊണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടിയിട്ടിരുന്ന് ഫുഡ് കഴിക്കാൻ നല്ല രസമാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, പൊട്ടിച്ചിരിക്കുമായ റിഹാന നമ്മുടെ കൂടെ ഉണ്ട്. 3rd ഡേ ഓഫ് ഇൻറ്റേൺഷിപ്പ്. സൂപ്പർ ഗ്ലൂ മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് നേരത്തെ ഇറങ്ങിയിട്ടുള്ളത്. ശരിക്കും 4 മണിക്കാണ്, ഇന്ന് 3:30ക്ക് 3:16 നമ്മൾ കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ഗ്ലൂ മേടിക്കാനെന്ന വ്യാജേന ഇവിടെ ഇറങ്ങി പോവുകയാണ് ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഓട്ടോ വരുന്നുണ്ട്, ഇനി സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് അത് മസ്റ്റാണ് കേട്ടോ. അത്രേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ടാറ്റ ബൈ ബൈ, സീ യു, ലവ് യു. ഗൈസ് ഞാൻ്റെ ചിപ്പ് ഇട്ടിരിക്കില്ല. അപ്പം നമ്മളവളെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട്, ബസ് സ്റ്റോപ്പിലുള്ള കട തുറന്നിട്ടില്ല, ഇവിടെയുള്ള കടയും തുറന്നിട്ട് ഒരു കട തുറന്ന പോലെ ഉണ്ട്. സൂപ്പർ ഗ്ലൂ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. ആ കാണുന്ന ആ കട തുറന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഈ കണ്ടോ നോക്കട്ടെ. ഇതിനകത്ത് സൂപ്പർ ഗ്ലൂ ഉണ്ട് ഗൈസ്. മാമ നമ്മളെ പറ്റിച്ചതാണ് ഗൈസ്. വേറെ ഷോപ്പ് തുറന്നു. അങ്ങനെ വേറൊരു ഷോപ്പിൽ വന്നിട്ട് നമുക്ക് സൂപ്പർ ഗ്ലൂ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആളുടെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. രാവിലെ പോകുമ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം വൈകിട്ട് പിന്നെ അവിടെ ഇരിക്കുമ്പോൾ ചെരുപ്പിൻ്റെ ആവശ്യമില്ല, നമ്മൾ പുറത്ത് വെച്ചിട്ടിട്ട് ഇരിക്കണമല്ലേ. അതുകൊണ്ട് പിന്നെ വൈകിട്ട് പോകുമ്പോഴാണ് സൂപ്പർ ഗ്ലൂ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളെ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ട് ഇങ്ങോട്ട് വന്നത് നന്നായി, കാരണം പട്ടി ഉണ്ടായിരുന്നു ഗൈസ്. ഇപ്പോൾ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ആൾ ചെരുപ്പിൽ നല്ലൊരു പണിതുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബസ്സൊക്കെ കയറിയിട്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അന്നത്തെ വിശേഷങ്ങളെന്ന് പറയാൻ അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.